എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും. ഫിലിപ്പിയർ 4:13. സിറോ മലബാർ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തരൽ പിതാവേ, അഭിവന്യ പിതാക്കന്മാരെ, ബഹുമാനപ്പെട്ട വൈദികരെ, സ്നേഹമുള്ള സിസ്റ്റേഴ്സ്, സഹോദരീ സഹോദരന്മാരെ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുകയും എന്നെ ശ്രവിക്കുകയും ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ട കനനായ മക്കളെ, പരിശുദ്ധ പിതാവ് ലിയോ 14 മാർപ്പാപ്പായുടെ മഹത്തായ ഈ നിയമന വാർത്ത അറിയിക്കപ്പെട്ട ഈ അനുഗ്രഹീത നിമിഷത്തിൽ സർവശക്തനായ ദൈവത്തിന് ആദ്യമേ തന്നെ എൻ്റെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്നുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം എനിക്ക് നൽകിയ ഈ ശ്രേഷ്ഠ ശുശ്രൂഷയെ വിനയാന്വിതനായി ഞാൻ സ്വീകരിക്കുന്നു. എന്നെ ഈ ദൗത്യത്തിനായി തിരഞ്ഞെടുത്ത പരിശുദ്ധ പിതാവിനോടും അദ്ദേഹത്തിൻ്റെ പ്രതിനിധികളോടും സഭയുടെ മേലധ്യക്ഷന്മാരോടും ആത്മാർത്ഥമായ നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. എൻ്റെ നിയമനം ദൈവജനത്തെ കൂടുതൽ വിശ്വസ്തയോടെ സേവിക്കാനുള്ള ഒരു നിയോഗവും ഉത്തരവാദിത്വവും ദൈവവിളിയുമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. എൻ്റെ ജീവിതത്തിലും വൈദിക ശുശ്രൂഷകളിലും എന്നെ നയിച്ച എല്ലാ മെത്രാന്മാരെയും, പ്രത്യേകിച്ച് അഭിവന്ദിയ കുര്യാക്കോസ് കുന്നശ്ശേരി പിതാവിനെയും മാർ മാത്യു മുലക്കാട് പിതാവിനെയും, സഹായ മെത്രാന്മാരായ മാർ ജോസഫ് പണ്ടാരശ്ശേരിൽ പിതാവിനെയും ഗീവർഗീസ് മാർ അപ്രീം പിതാവിനെയും, വൈദികരെയും പ്രത്യേകിച്ചും എൻ്റെ കുടുംബാംഗമായ ഫാദർ ഫിലിപ്പ് ആനിമുള്ള അച്ഛനെയും, സന്യസ്തരെയും, അധ്യാപകരെയും, സുഹൃത്തുക്കളെയും, എൻ്റെ കുടുംബാംഗങ്ങളെയും, എന്നെ പിന്തുണച്ച എല്ലാവരെയും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഞാൻ ശുശ്രൂഷ ചെയ്ത എല്ലാ മേഖലകളിലും എനിക്ക് പ്രോത്സാഹനം നൽകി കൂടെ നിന്ന് സ്വദേശത്തും വിദേശത്തുമുള്ള വിവിധ ഇടങ്ങളിലെ വിശ്വാസ സമൂഹത്തോടും ജീവനക്കാരോടും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുകയാണ്. നിങ്ങളുടെ സ്നേഹവും സഹകരണവും പ്രാർത്ഥനയും കൂടെയുള്ളതുകൊണ്ടാണ് പുതിയ ഈ ദൗത്യം ഏറ്റെടുക്കുന്നതിന് സഹായകമാകുന്ന ഏറ്റവും വലിയ ശക്തിയെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഞാൻ ഏറ്റെടുക്കുന്നതിന് വലിയ സ്ഥാനമായി പരിഗണിക്കാതെ ഇതൊരു ശുശ്രൂഷയായി ഇന്ന് ഞാൻ സ്വീകരിക്കുന്നു. അധികാരത്തേക്കാൾ സേവനത്തിനും, സ്ഥാനത്തേക്കാൾ സ്നേഹത്തിനും, വാക്കുകളേക്കാൾ ജീവിത സാക്ഷ്യത്തിനും പ്രാധാന്യം നൽകുന്ന ഒരു നല്ല ഇടയനാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ചും യുവജനങ്ങളോടും, വേദനിക്കുന്ന കുടുംബങ്ങളോടും, ഒറ്റയ്ക്ക് കഴിയുന്ന പ്രായമായവരോടും, ദരിദ്രരോടും, സഭയിൽ നിന്ന് പ്രത്യക്ഷമായോ പരോക്ഷമായോ അകന്നു കഴിയുന്നവരോടും സുവിശേഷത്തിൻ്റെ സ്നേഹം പങ്കുവയ്ക്കുവാൻ ഞാൻ പരിശ്രമിക്കും. ഇടയനെന്ന നിലയിൽ എല്ലാവരെയും ചേർത്തു നിർത്തി ഒരുമിപ്പിച്ച് കൊണ്ടുപോകുവാൻ പരിശ്രമിക്കുന്നതാണ്. ഈ പുതിയ ശുശ്രൂഷയിൽ ഞാൻ ഒറ്റയ്ക്കല്ല എന്നും ദൈവകൃപയും സഭയുടെ പ്രാർത്ഥനയും സഹായമിത്രാന്മാരുടെയും വൈദികരുടെയും സന്യസ്തരുടെയും എല്ലാ വിശ്വാസികളുടെയും പ്രത്യേകിച്ചും ജ്ഞാനായ കത്തോലിക്ക സമുദായ അംഗങ്ങളുടെയും സഹകരണവും പ്രാർത്ഥനയും പിന്തുണയും എനിക്ക് ആവശ്യമാണ്. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും. ബലഹീനനായി ഞാൻ എടുക്കുന്ന തീരുമാനങ്ങളിലും നിർവഹിക്കുന്ന ശുശ്രൂഷകളിലും ദൈവഹിതം മാത്രം അന്വേഷിക്കുവാൻ കഴിയണമേ എന്ന് മാത്രമാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഈശോ ജ്ഞാനത്തിലും പ്രായത്തിലും വളർന്നു വന്നതുപോലെ ഈ ശുശ്രൂഷയിൽ ഏറ്റവും ബാലനായ ഞാൻ ഇവിടെ ഇരിക്കുന്ന വൈദിക ശ്രേഷ്ഠന്മാരുടെ മുൻപിൽ ഏറ്റവും ശുശ്രൂഷയുടെ ഭാഗത്ത് ഏറ്റവും എളിയവനാണ്. ആ ഒരു ശുശ്രൂഷയിൽ ഈശോയ്ക്ക് നൽകിയതുപോലെയുള്ള പിന്തുണയും കരുതലും വാത്സല്യവും സ്നേഹവും നൽകിയാൽ തീർച്ചയായിട്ടും അത് അനുഗ്രഹദായകമായി തീരും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. എൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നുള്ള നന്ദി ഏവരെയും ഞാൻ അറിയിക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെ കൂടി ഓർക്കണമേ. ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.